രാഹുലേട്ട കഴിഞ്ഞ കുറേ ദിവസങ്ങളായി CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകം ഇന്ന് പ്രകാശനത്തിന് തയ്യാറായി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. CPM അതിനുവേണ്ടി തന്നെ CPM-ന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പുസ്തകം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് നേതാക്കന്മാരുടെ കഞ്ഞിയിൽ പാറ്റ വീഴുമെന്നുള്ള നിലയിലേക്ക്, അല്ലെങ്കിൽ അവർ ഇന്ന് കാണുന്ന സത്യസന്ധത എത്രത്തോളം ആയിരിക്കും എന്നുള്ളതൊക്കെ നമുക്കിപ്പോൾ സംശയത്തിലേക്കാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു പ്രസ്താവന കൂടി വലിയ രീതിയിൽ ശ്രദ്ധയായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ധനരാജ് ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തനിക്ക് മനസ്സില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ പറയുന്നത് പോലെ BJP-ക്ക് അണികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നേതൃത്വത്തെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്നത് പോലെ CPM-ഉം ആ ഒരു പാതയാണോ പിന്തുടരുന്നത്? CPM പണ്ട് തൊട്ടേ ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. നേതാക്കന്മാർ പറയും, അത് വേണമെങ്കിൽ അണികൾ കേൾക്കുക. ഇപ്പോൾ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം തന്നെ എന്താണ്? നേതാക്കൾ അണികളെ തിരുത്തുക, അല്ല അണികൾ നേതാക്കളെ തിരുത്തുക. അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം. അപ്പൊ ആ പുസ്തകത്തിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, തിരുത്തിയില്ലെങ്കിൽ അടി വാങ്ങിക്കും. അതാണ് ആ പുസ്തകം പറഞ്ഞു വെക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അടി പറ്റാൻ പോകുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ പൈസ എവിടെ എന്ന് പ്രതിപക്ഷം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം മുട്ടി അവിടെ ഇരിക്കേണ്ട ഒരു സ്ഥിതി വരും. ഇപ്പോ ഗോവിന്ദ മാസ്റ്റർ എന്താണ് പറയുന്നത്? ഞങ്ങൾക്ക് പറയാൻ മനസ്സില്ല, നിങ്ങളെ ചോദിച്ച് അവിടെ ഇരുന്നാൽ മതി, നീയൊക്കെ കുലംകുത്തികളായിട്ട് അവിടെ ഇരുന്നാൽ മതി, പറയാൻ മനസ്സില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, കുഞ്ഞികൃഷ്ണൻ അങ്ങനെ ഇരുന്ന് ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല, അത് അവിടെ ഇരുന്ന് ചോദിച്ചോട്ടെ, അദ്ദേഹം ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയാൻ തുടങ്ങിയാൽ ഞങ്ങൾക്ക് അതിനല്ലേ നേരുണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങളും ജനങ്ങൾ ചോദിക്കാൻ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും കുഞ്ഞികൃഷ്ണൻ ഈ പറയുന്ന പാർട്ടിയെ തള്ളി പറയാൻ തയ്യാറായിട്ടില്ല, ഒരു പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആ പ്രസ്ഥാനം തോൽവി ഏറ്റുവാങ്ങണമെന്ന് പോലും അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരണമെന്നാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ CPM-നുള്ള ഒരുപാട് കുറവുകൾ, ഒരുപാട് കുറ്റങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് തന്നെയാണ്. ആ ഒരു കുറ്റങ്ങൾ തീർച്ചയായും ജനങ്ങൾ CPM-നെ തോൽവിയിലേക്ക് തള്ളിയിടും എന്നുള്ളത് നമ്മൾ പോലും. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് ഇവരുടെ ഒരു നേതാവ് കഴിഞ്ഞ ദിവസം രാജിവെച്ച് RSPയിലേക്ക് പോയിരുന്നു. എന്തിനാണ് RSPയിൽ പോയത് എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത്, രക്തസാക്ഷികളുടെ ഫണ്ട് പോലും വെട്ടിച്ച് രക്തസാക്ഷികൾക്ക് പോലും അവരുടെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്നൊരു പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേര് CPM എന്നാണ്. ആ പാർട്ടിയിൽ എനിക്കിനി നിൽക്കാൻ താല്പര്യമില്ല. പാർട്ടി നന്നാവട്ടെ, പാർട്ടി രക്ഷപ്പെടട്ടെ. ഇനിയും നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ആശയങ്ങളുമായിട്ട് എനിക്ക് ഒത്തുപോകാൻ കഴിയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടും ഇഷ്ടപ്പെടുന്നത് കൊണ്ടും ചേർത്ത് പിടിക്കുന്നത് കൊണ്ടും ഞാൻ RSPയിലേക്ക് പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 30 വർഷത്തെ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം, കമ്മ്യൂണിസ്റ്റ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം RSPയിലേക്ക് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് ഒരാൾ മാത്രമാണ്. അങ്ങ് കണ്ണൂരുണ്ടായ ഒരു വിഷയത്തിന് ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ രാജിവെച്ച് പോകണമെങ്കിൽ കേരളത്തിൽ എത്രയോ ആളുകൾ ഇതിന്റെ പേരിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം, മാനസികമായിട്ടുള്ള വിഷമങ്ങൾ ഉണ്ടായേക്കാം. നാളെ ഇവരുടെയും ഗതികൾ ഇതൊക്കെ തന്നെയാണെന്നേ. പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ കോടികൾ ഇവർ പിരിക്കും. കോടികൾ പിരിച്ചിട്ട് ആ പൈസ പകുതിയും മുക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാൻ ആരും വരില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം അണികൾക്കുണ്ടാവും. അഭിമന്യുവിന്റെ കാര്യം തന്നെ, അഭിമന്യുവിന് വേണ്ടി എത്ര കോടികൾ ഇവിടുത്തെ പാർട്ടി പിരിച്ചു എന്നറിയാമോ? SFI ബാലസംഘം തൊട്ട് പിരിവ് തുടങ്ങി. ബാലസംഘം, SFI, DYFI, CPM, CPI, അങ്ങനെ മുഴുവൻ സംഘടനകളും ചേർന്നിട്ടാണ് വലിയൊരു തുക അഭിമന്യുവിന് വേണ്ടി പിരിച്ചത്. ആ തുകകൾ എവിടെ പോയി എന്ന് ചോദിക്കും. അഭിമന്യുവിന് വെച്ചു കൊടുത്ത വീടാണെങ്കിലും അഭിമന്യുവിന്റെ അടക്കിയ സ്ഥലമാണെങ്കിലും ഇന്നും സോഷ്യൽ മീഡിയയിൽ ആക്ഷേപ രൂപേണ ഉന്നയിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം CPM മറുപടി പറയേണ്ടി വരും. രക്തസാക്ഷികളെ ഉണ്ടാക്കുന്ന ഒരു പാർട്ടി മാത്രമായിട്ട്, രക്തസാക്ഷി ഫാക്ടറി ആയിട്ട് CPM മാറുന്ന ഒരു കാലത്തിലേക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പക്ഷേ CPM-നെ അത്ര കണ്ട് സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. CPM-ന് വേണ്ടിയിട്ട് കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുന്ന, ജീവനും ജീവിതവും ഉപേക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. എല്ലാ സംഘടനയിലും അത്തരത്തിലുള്ള ആളുകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു ആശയം യുവാക്കൾക്കിടയിൽ വലിയൊരു പ്രകമ്പനം സൃഷ്ടിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ വികാര വേലിയേറ്റങ്ങളാണല്ലോ സംഘർഷങ്ങൾ രൂപപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അത് കൂടുതൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി, ആ പാർട്ടിയിലെ അണികൾ വിട്ടുപോകുന്നുണ്ടെങ്കിൽ, ആ പാർട്ടിയിലെ അണികൾ പാർട്ടിയെ ചേർത്ത് നിർത്തുന്നില്ലെങ്കിൽ, വിമർശിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. നമുക്കറിയാം ത്രിപുരയിലൊക്കെ എങ്ങനെയാണ് പാർട്ടി പിന്നോട്ടടിച്ചത്.
15 കൊല്ലം ഭരിച്ചിരുന്ന ഒരു പാർട്ടി ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഇല്ലാതായി പോകാൻ വലിയ സമയമൊന്നും വേണ്ട. അണികളെ വെല്ലുവിളിക്കരുത്. ഈ പറയുന്ന അണികൾ അല്ലെങ്കിൽ ഈ പറയുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെന്ന് നമ്മൾ പറയുന്ന ഈ ആളുകളുണ്ടല്ലോ, അവരൊന്നും തന്നെയും പാർട്ടി ഇല്ലാതെയാക്കാൻ അവർക്കും താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കുഞ്ഞികൃഷ്ണനോട് ഞാൻ സംസാരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തോട് പല തവണകളിലായി പലരും ഞാനും ചോദിച്ച ചോദ്യമായിരുന്നു, ഈ പറയുന്ന തിരുവനന്തപുരത്ത് നിന്നും ഈ പറയുന്ന അഡ്വക്കേറ്റ് ഹസ്കർ പാർട്ടി വിട്ട് RSPയിലേക്ക് ചേർന്നതുപോലെ താങ്കളും പോകുമോ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ലെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി തന്നെ നിലനിന്ന് പോകും, അങ്ങനെ തന്നെ ജീവിച്ച് മരിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നുള്ളത്. ഇതുപോലെ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പക്ഷെ അവരുന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഇദ്ദേഹം 2 വർഷങ്ങൾക്ക് മുൻപ് തന്നെ, എനിക്ക് 2-3 വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി നേതൃത്വത്തെ നേരിട്ട് അറിയിച്ച കാര്യങ്ങൾ നേതൃത്വത്തിൽ നിന്നും യാതൊരു രീതിയിലുള്ള കൃത്യമായ ഇടപെടലുകൾ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇത് പുറത്തു പറഞ്ഞത്. അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിട്ടായിരുന്നില്ല ഇത് പുറത്ത് പറഞ്ഞത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്നിട്ട് പോലും പാർട്ടിയെ വെട്ടിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നിയമം ലംഘിക്കുന്നു, ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കുന്നത്. ഇതിലും വലിയ എത്രയോ തെറ്റുകൾ ചെയ്ത ആളുകൾ പാർട്ടിയിൽ ഇന്നും തുടരുമ്പോഴാണ് പാർട്ടിയെ തിരുത്താൻ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ പാർട്ടി തന്നെ പൂർണ്ണമായും കണ്ണടച്ച് തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ ഈ പറയുന്ന കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് P ജയരാജന്റെ പുസ്തകം ഇറങ്ങിയപ്പോൾ പാർട്ടി ഒന്ന് ഭയന്നിരുന്നു. അതുപോലെ ഇനിയുള്ള ഭയക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. കഴിഞ്ഞ ഈ ഒരു ധനരാജ് ഫണ്ട് തട്ടിപ്പ് മാത്രമല്ല ഈ ഒരു പുസ്തകത്തിലുള്ളത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ P ജയരാജനെ കാണാൻ BJP നേതാവ് വന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ സഹകരണ ബാങ്കിന് വേണ്ടി സ്ഥലം എടുത്തതുമായി ബന്ധപ്പെട്ട് സ്ഥലമിടപാടുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ, ഇതെല്ലാം തന്നെ ഈ ഒരു പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് പുറത്തിറങ്ങുന്നതിൽ CPM-ന് യഥാർത്ഥത്തിൽ ഭയമുണ്ട്. കാരണം ഓരോ ദിവസവും ഓരോ തിരിച്ചടികൾ നേരിട്ടുകൊണ്ട് ന്യായീകരിക്കാൻ അവസരം പോലും കിട്ടാതെ പോകുന്ന CPM-ന് ഈ പുസ്തകം തിരിച്ചടി ആയിരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും. എന്താണെങ്കിലും കോൺഗ്രസ് ഇത് നിയമസഭയിൽ കൃത്യമായിട്ട് ഉന്നയിക്കണം. ഈ പുസ്തകം നിയമസഭയ്ക്കുള്ളിൽ കൊണ്ടുപോയിട്ട് നിയമസഭയിൽ ഇരിക്കുന്ന ഓരോ ആളുകളെയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ അടക്കം ഈ പുസ്തകം ഉയർത്തി കാണിക്കണം. എങ്കിൽ മാത്രമേ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടു തീരും. യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടി ഇനി ചെയ്യേണ്ടത് അതാണ്. കോൺഗ്രസ് പാർട്ടി ഒരുപാട് രീതിയിലുള്ള ഇലക്ഷൻ സ്ട്രാറ്റജികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പോറ്റിയെ കേറ്റിയെ എന്ന് പറയുന്ന ഗാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഗുണമായിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകം നിയമസഭാ തെരഞ്ഞെടുപ്പ് അവർക്ക് ഗുണമാകും. കാരണം അത്രത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന രീതിയിലുള്ള, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ടുള്ള ഒരാൾ എഴുതിയൊരു പുസ്തകമാണ്. ഇന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എഴുതിയ പുസ്തകമാണ്. അത് അവിടുത്തെ നേതാക്കന്മാരെ കാണിക്കണം, അത് അവർക്കൊരു ഉത്തരം നൽകണം. നിയമസഭയിൽ അതിന് കൃത്യമായിട്ട് ഉത്തരം നൽകാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറായി കഴിഞ്ഞാൽ, മുഖ്യമന്ത്രി തയ്യാറായി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തും. ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം. കാരണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ വന്നുകൊണ്ടിരിക്കും. രക്തസാക്ഷികളുണ്ടാവും, അവർക്ക് വേണ്ടി ഫണ്ട് പിരിക്കും, അതിനുവേണ്ടി കുറെ മുക്കിക്കൊണ്ടുപോകാൻ കുറച്ച് ആളുകൾ. ഇത് ചെറിയൊരു മുക്കൽ മാത്രമല്ല, ഇത് എന്ന് പറയുന്നത് ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് ചില ആളുകൾ ഈ മുക്കിയിട്ട് ഒരു പങ്ക് പാർട്ടി കൊടുക്കും. അതുകൊണ്ടാണ് പാർട്ടി ഒന്നും മിണ്ടാത്തത്. ഇപ്പൊ ഗോവിന്ദ മാസ്റ്റർ എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ പ്രതികരിക്കാനൊന്നുമില്ല, ഇതിന് എനിക്ക് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞൊരു ധാർഷ്ട്യത്തോടെ പറയുന്ന പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഒരു പങ്ക് പാർട്ടിക്ക് കൊടുത്തു. രക്തസാക്ഷിയുടെ പേരിൽ കോടികൾ പിരിച്ചിട്ട് ഒരു പങ്ക് പാർട്ടിക്ക് കൊടുത്തു. അതിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് പിന്നെ പാർട്ടിക്ക് എന്തെങ്കിലും മിണ്ടാൻ പറ്റുമോ? അതിന്റെ പങ്ക് പറ്റിയിരിക്കുകയാണ്. പങ്ക് പറ്റിയ പാർട്ടി, രക്തസാക്ഷികളുടെ ചോരയിൽ നിന്നുണ്ടായ പണത്തിന്റെ പങ്ക് പറ്റിയ പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി. അതുകൊണ്ടാണ് അവർക്ക് വാ തുറന്നൊന്നും പറയാൻ പറ്റാതെ അവിടെ ഇരിക്കുന്നത്.